സിഗേഷ് റോഡിലൂടെ നടന്നു പോവുകയാണ്. സിഗേഷിനെ കണ്ടാൽ നാളെ മോഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നാളെ മോഷ്ടിക്കാനുള്ള എല്ലാ കരുത്തും സിഗേഷിനുണ്ട്, എന്നാൽ ഇപ്പോൾ തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കളയാം എന്ന് പോലീസ് പറഞ്ഞാൽ എത്രമാത്രം അനീതികരമായിരിക്കും അത്. അതായിരുന്നു ഇറാനോട് അവർ ചെയ്തത്. ഇറാൻ്റെ ദീർഘനാളായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായ ആണവായുധത്തിനെതിരാണ്. ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഞങ്ങൾക്കുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കില്ല. എന്താ കാരണം? ഞങ്ങൾ ആണവായുധത്തിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ആണവായുധത്തിനെതിരാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ ആണവായുധം ഉണ്ടാക്കാത്തത്. അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നൊരാക്ഷേപം ഒരു രാജ്യങ്ങൾക്കും ഇല്ല. അവർ ഇപ്പോൾ രഹസ്യമായ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇസ്രായേൽ പോലെ. ഇസ്രായേലിൻ്റെ കയ്യിൽ എത്ര ആണവായുധം ഉണ്ടെന്ന് പുറത്ത് ആർക്കും അറിയില്ല. എന്നാൽ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും, ഈവൻ CIA വരെ അറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുള്ളത്. അങ്ങനെ രഹസ്യ കവേർട്ടായിട്ട് പോലും അത് ചെയ്യുന്നില്ല. ഇറാൻ എന്ത് ചെയ്യുന്നു? അവരുടെ സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾ ലോകത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുന്നു. ഇതാണ് ഞങ്ങളുടേത്. അവിടെ നിന്ന് IAEA വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്പെക്ഷന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇറാനും മറ്റു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നൊരാക്ഷേപം ഇസ്രായേലിന് പോലും ഇല്ല. എന്നിരിക്കെ അവരൊരു ആണവ ആയുധം ഉണ്ടാക്കുകയാണ്. അതായത് സിഗേഷ് എന്ത് ചെയ്യുന്നു? റോഡിലൂടെ നടക്കുമ്പോൾ, ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ നാളെ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാർ എഴുതി ഒപ്പിടും പോലെയാണ് ഈ ആണവ കരാർ. ഞങ്ങളുടെ ആണവായുധം ഇല്ല, നാളെ ഞങ്ങൾ ഉണ്ടാക്കില്ല. പിന്നെ ഞങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം, അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാം, തുറന്നു വെച്ചോളാം, ഞങ്ങൾ പൂർണ്ണമായും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ആ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു കരാറുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ കരാർ ട്രംപ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? റിപ്പീൽ ചെയ്യുന്നു. ഞങ്ങൾ ആ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഏകപക്ഷീയമായി പറയുന്നു. അതിന് യൂറോപ്യൻ രാജ്യങ്ങളെതിരായിരുന്നു ട്രംപിൻ്റെ ആ നടപടിക്കെതിരെ. അപ്പോൾ റിപ്പീൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവർക്കിത് ഞങ്ങളിത് ഉണ്ടാക്കുന്നില്ല എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രംപ് എന്താ ചെയ്യുന്നത്? വേറൊരു ഡീൽ ഉണ്ടാക്കാൻ പറയുന്നു. എന്തായിരിക്കും ആ ഡീലിൻ്റെ പ്രത്യേകത? മുൻപുണ്ടായിരുന്ന ഡീലിൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഇനി ട്രംപ് പറയുന്ന ഡീലിൻ്റെ സവിശേഷത എന്താണ്? ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചത് എന്തെന്ന് പറഞ്ഞാണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ സദ്ദാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിച്ച് 10 വർഷം തുടർച്ചയായി അവിടെ ഒരു ബോംബിട്ട് 1 ദശലക്ഷം ആൾക്കാരെ അവരെ കൊന്നത്. അപ്പോൾ ഒരു യുദ്ധം നടത്തുക, ഒരു അധിനിവേശം നടത്തുക, 10 ലക്ഷം പേരെ കൊല്ലുക, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ അതൊരു തെറ്റായ വിവരമായിരുന്നു. ഇതിലേറ്റവും രസകരമായൊരു ഇൻ്റർനാഷണൽ ജോക്ക് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ സദ്ദാമിനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ മറുപടി എന്താണ്? അവരുടെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ ഉത്തര കൊറിയ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല? അതിന് അവരുടെ യഥാർത്ഥത്തിൽ അതുണ്ട്. നോർത്ത് കൊറിയ ആക്രമിക്കില്ല ഒരിക്കലും. അപ്പോൾ ഇറാൻ എന്തുകൊണ്ട് ആക്രമിക്കാൻ പറയുന്നു? ഇപ്പോൾ ഒരു അർമഡ പുറപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി ഡീലിലെത്തിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവരുടെ ആണവായുധമില്ല എന്നിവർക്ക് നന്നായിട്ട് അറിയാം. ഇറാന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാജയം എന്നുള്ളത് അവർക്ക് അണ്വായുധം ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കെ അത് ഉണ്ടാക്കിയില്ല എന്നുള്ളത് മാത്രമാണ്.